നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് വിഷയം 42 ഡിഗ്രി 40 ഡിഗ്രി. ഇതിൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന മലയാളം ചാനലുകളെ കുറിച്ചിട്ടാണ്. ഏകദേശം 12ഓളം മലയാളം ചാനലുകൾ ഇതിൽ സൗജന്യമായി കിട്ടുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വ്യൂവേഴ്സിന് അതല്ലെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് നമുക്ക് ലൈഫ് ടൈമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമോ? ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമുക്കിത് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുക? അതേപോലെ തന്നെ ഇത് ഭാവിയിൽ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ, അതിനുള്ള മറുപടിയും ഞാനിന്ന് ഇതിനകത്ത് തരുന്നുണ്ട്. ആദ്യം നമുക്ക് ചാനലുകൾ സ്കാൻ ചെയ്ത് എത്ര ചാനലുകളാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു സമയത്തുള്ളത് എന്ന് നോക്കാം. ഇതിൽ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പിന്നാമ്പുറം നമ്മൾ തപ്പിപ്പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരുപാട് വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ നിരന്തരം ഇതിനെപ്പറ്റി വരുന്നുണ്ട്. പുതിയ പുതിയ ചാനലുകൾ ആഡ് ചെയ്തു എന്നൊക്കെ. വളരെ കൂടുതൽ ഞാൻ അന്വേഷിച്ചാൽ കൂടുതലും അവരൊരു ബിസിനസ് മൈൻഡിലോട് കൂടി, അതായത് അവരുടെ കയ്യിലുള്ള സെറ്റ് ഓഫ് ബോക്സും മറ്റും വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇത് ലൈഫ് ടൈം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സംഗതിയാണ് ഞാൻ കണ്ടത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പലരും തുറന്നു പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇത് ഒരു പുതിയൊരു ബോക്സ് വാങ്ങിയത് വെക്കുന്നുണ്ട് ഗുണമാണോ ദോഷമാണോ, അതല്ലെങ്കിൽ ലൈഫ് ടൈം കിട്ടുമോ, പണം നഷ്ടപ്പെടുമോ, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളാണ് കൂടുതലും ജനങ്ങൾക്കുള്ളത്. അപ്പോൾ അതൊന്ന് ദൂരീകരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ട്യൂണിങ്ങിലോട്ട് കടന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ ട്യൂൺ ചെയ്തപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു TP, അതായത് ഇപ്പോൾ ഈ ട്യൂൺ ചെയ്യുന്ന 40 ഡിഗ്രിയിലാണ് നമ്മുടെ മലയാളം ചാനലുകളൊക്കെ വന്നിട്ടുള്ളത്. ഫ്രീസാറ്റ് എന്നതാണ് DTH പ്രൊവൈഡർ. ഇത് ഒരു കൊടുക്കുന്ന DTH പ്രൊവൈഡറുടെ പേര് ഫ്രീസാറ്റാണ്. ഒരു ശ്രീലങ്കയിൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു DTH കമ്പനിയാണ് ഫ്രീസാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. freesat.lk എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ ശ്രീലങ്കൻ ബേസ്ഡിലുള്ള ഈ ഒരു കമ്പനിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും. ശരിക്കും ഇതൊരു UK ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഒരു വമ്പൻ കമ്പനിയാണ്. freesat.co.uk എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ കൂടുതൽ വിവരങ്ങൾ അതിലും കിട്ടും. ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് UK-യിലാണ്. UK-യിൽ ഇവർ സൗജന്യമായിട്ട് തന്നെ ചാനലുകൾ കൊടുക്കുന്നുണ്ട്. ഇവരൊരു മെത്തേഡ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നൽകുന്ന ഫ്രീസാറ്റ് എന്ന കമ്പനിയുടെ ഒരു സെറ്റ് ഓഫ് ബോക്സ് വാങ്ങി വെക്കുക. അത് വാങ്ങി വെക്കുക മാത്രമേ വേണ്ടുള്ളൂ. ആ ഒരു സെറ്റ് ഓഫ് ബോക്സിൽ ഇവർ നൽകുന്ന ചാനലുകളെല്ലാം സൗജന്യമായിട്ട് തന്നെ അവർക്ക് ലൈഫ് ടൈം കിട്ടുമെന്നുള്ളതാണ് പോളിസി. അപ്പോൾ ഇവർ ബോക്സ് വാങ്ങി വെച്ചാൽ മാത്രം മതി. ഈ ഫ്രീസാറ്റിൻ്റെ ഒരു ബോക്സ് വാങ്ങി വെച്ചാൽ ഇവർക്ക് ഏകദേശം UK-യിൽ 100ഓളം ചാനലുകൾ 110ഓളം ചാനലുകൾ ഞാൻ കണ്ടു. ഈ ശ്രീലങ്കയിലും ഏകദേശം 100ൻ്റെ അടുത്തോളം ചാനലുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ മലയാളം കൂടെ അതിനകത്ത് പാക്കേജിൽ ആഡ് ചെയ്യുമ്പോൾ 100ന് മുകളിൽ ചാനലുകളും ഈ ശ്രീലങ്കൻ DTH ആയ ഫ്രീസാറ്റിലും ലഭിക്കുമ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ വാങ്ങി വെക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ബോക്സിൽ ഒറ്റ തവണ വാങ്ങി വെക്കുന്നതോട് കൂടി നമുക്ക് ആ ബോക്സിലുള്ള മുഴുവൻ ചാനലുകളും നമുക്ക് ലൈഫ് ടൈം സൗജന്യം, അത് മാസവാടക ഇല്ലാതെ സൗജന്യമായിട്ട് ലഭിക്കും. അതിന് അവർ ചെയ്തിരിക്കുന്ന അവർ ഫ്രീസാറ്റ് എന്ന ബോക്സ് വാങ്ങുക എന്നുള്ളൊരു മെത്തേഡ് മാത്രമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ ബോക്സിൽ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഐക്കാസ് പോലെയുള്ള വീഡിയോ എൻക്രിപ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് ലോക്ക് ചെയ്തിട്ട് അവരെ ബോക്സിൽ മാത്രം പ്ലേ ചെയ്യിക്കുന്ന സിസ്റ്റത്തോട് മാറ്റും. സാധാരണ FTA ബോക്സുകളിൽ ഇപ്പോൾ ടെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കൈരളി അറേബ്യ ടെസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ടെസ്റ്റ് എന്നുള്ളൊരു ഭാഗമായതുകൊണ്ട് മാത്രം പബ്ലിക്കായിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരത് എൻക്രിപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഐക്കാസ് എന്നുള്ള ഒരു മെത്തേഡിലോട്ട് എൻക്രിപ്റ്റ്, അപ്പോൾ കൊണാക്സ്, ഐക്കാസ്, നഗരി, അങ്ങനെ കുറേ ഈ വീഡിയോ എൻക്രിപ്റ്റ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. ഇപ്പോൾ സണ്ണൊക്കെയാണ് എഡിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് സൺ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർക്കുള്ളതാണ് ഐക്കാസ് എന്നുള്ളൊരു മെത്തേഡ്. ഇത് വീഡിയോസൊക്കെ എൻക്രിപ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള. അപ്പോൾ അവരുടെ ബോക്സ്, ആ ഫ്രീസാറ്റ് എന്ന ബോക്സ് കിട്ടിയാൽ നമുക്കിതെല്ലാം സൗജന്യമായിട്ട് ലഭിക്കും. ഇവർ ശരിക്കും ഈ മലയാളം ചാനലുകൾ ഇവർ ഫോക്കസ് ചെയ്യുന്നത് ശ്രീലങ്കൻ തമിഴന്മാരെ ഉദ്ദേശിച്ചിട്ടോ സിംഹളന്മാരെ ഉദ്ദേശിച്ചിട്ടോ അല്ല, നമ്മളെ മലയാളികൾ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ചാനലുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അപ്പോൾ ഇതിൽ നിലവിലിപ്പോൾ ട്യൂണായിട്ടുള്ളത് ഞാൻ ചാനൽ ലിസ്റ്റ് ഏകദേശം 12ഓളം ചാനൽ ലിസ്റ്റ് ഇപ്പം ഇതിനകത്ത് ഉണ്ട്. അതിന് പുറമെ നമുക്ക് DD ഫ്രീ ഡിഷിലുള്ള 3 ചാനൽ കൂടെ, മനോരമ, അതുപോലെ തന്നെ DD മലയാളം, വിക്ടേഴ്സോടെ കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ 15 ചാനൽ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ചാനലിലെ പേരുകൾ ഞാൻ വായിക്കാം: രാജ് മ്യൂസിക്, 24 ന്യൂസ്, G1 TV, കപ്പ TV, സഫാരി, മീഡിയ 1, അതേപോലെ തന്നെ മാതൃഭൂമി ന്യൂസ്, റിപ്പോർട്ടർ, അമൃത TV, കൈരളി കൈരളി അറേബ്യ, മഴവിൽ മനോരമ, ഇൻ്റർനാഷണൽ. ഇത്തരം ചാനലുകളാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് നമ്മുടെ DD ഫ്രീ ഡിഷിലുള്ള മനോരമ നോർമൽ ചാനലും അതുപോലെ തന്നെ DD മലയാളം, വിക്ടേഴ്സ് പോകുമ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 15 ചാനലുകളും നമുക്ക് അത്യാവശ്യം ഒരു മലയാളികൾക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ബോക്സുകളും കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടലായിട്ടൊരു കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾക്ക് ഈ ഒരു TP നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. താഴെ നിങ്ങൾ കണ്ടോ ഫ്രീസാറ്റ്, അതൊരു പ്രൊവൈഡറിൻ്റെ പേരാണ് ഈ കാണിക്കുന്നത്. ഫ്രീസാറ്റ് എന്നുള്ളത് ഒരു കമ്പനി പ്രൊവൈഡറുടെ പേരാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ബ്രിട്ടീഷ് ബേസ്ഡ് കമ്പനിയാണ് ഫ്രീസാറ്റ് എന്നുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം UK എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഇവർ സേവനം കൊടുക്കുന്നുണ്ട്. പക്ഷേ UK ഒരു സ്പോട്ട് ബീമാണ്. ആ ഒരു ബീമിൽ നമ്മുടെ മലയാളികൾക്ക് പറ്റിയ ചാനലുകളൊന്നും അവിടെ ആ സ്പോട്ട് ബീമിലില്ല. നമുക്ക് പറ്റിയ ചാനലുകളൊക്കെ നമ്മുടെ ഈ ഒരു 42 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റിൽ തന്നെയാണ് ഉള്ളത്. മറ്റേത് ആസ്ട്ര എന്നുള്ള സാറ്റലൈറ്റിലാണ് UK കൊടുക്കുന്നത് 28 ഡിഗ്രിയിൽ ഏകദേശം. ഇതിൽ നമുക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. UK ബേസ്ഡ് ഒരു കമ്പനിയാണ് എന്നുള്ളതും ഫ്രീസാറ്റിൻ്റെ വെബ്സൈറ്റും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സോളിഡിൻ്റെ 6151 ഒരു HEVC അതായത് സ്പോട്ട് ബീമാണ് നിങ്ങൾ കാണുന്നത്. UK അയർലാൻഡിലേക്ക് മാത്രമുള്ള ഫ്രീസാറ്റിൻ്റെ സ്പോട്ട് ബീമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് ആ ഒരു ഇതിൻ്റെ ഈ ഒരു സ്പോട്ട് ബീമിലുള്ള ചാനലുകൾ ഞാൻ പരിശോധിച്ചു. അതിനകത്ത് BBC പ്രധാനപ്പെട്ട ചാനലുകളും ഒക്കെ അല്ലാതെ മലയാളികൾക്ക് ഉപകാരപ്പെട്ട ചാനലുകളും ആ ഒരു ബീമിലില്ല. അതായത് UK ട്രാക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡാണത്. ആസ്ട്ര 2E എന്ന സാറ്റലൈറ്റ് 28.5 ഡിഗ്രിയിലാണ് ആ ഒരു സാറ്റലൈറ്റിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് UK ഒരു കാര്യമാണ്. മലയാളികൾ നമ്മുടെ ഇന്ത്യൻ മിഡിൽ ഈസ്റ്റിലുള്ള കാര്യമല്ല പറയുന്നത്. അപ്പോൾ അവരാദ്യമേ 2007 തുടങ്ങിയപ്പോഴുള്ള കാര്യമാണ്. ഇത് solid.sail നമ്മളിപ്പോൾ ഒരു HEVC ബോക്സിനെ പറ്റി സംസാരിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. HEVC 65 എന്നുള്ള. അപ്പോൾ ഇവർ solid.sail എന്നുള്ള വെബ്സൈറ്റിൽ അവർ വിൽക്കുന്ന വില ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈറ്റ് ഒന്ന് നിങ്ങൾക്കും ഇതിനകത്ത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതൊരു ജെനുവിൻ സൈറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ട വിലയാണ് ഈ ഒരു വീഡിയോയിൽ ഇതിന് കാണിക്കുന്നത്. ഏകദേശം 1430 രൂപയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ. ഇത് ഫ്രീസാറ്റിനെ പറ്റിയിട്ടുള്ള അവരുടെ ശ്രീലങ്കൻ വെബ്സൈറ്റാണ്, freesat.lk എന്നുള്ളത്. ഇത് ഫ്രീ ഫോർ എവരി വൺ എന്നുള്ള ടാഗോട് കൂടി ഇതാണ് നമ്മുടെ ശ്രീലങ്കയിൽ നമുക്ക് ലഭിക്കുന്ന സെറ്റ് ഓഫ് ബോക്സ്. ഇതിപ്പോൾ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല. എത്തുകയാണെങ്കിൽ നമുക്കറിയാം. ഈ ഒരു ബോക്സ് നമ്മൾ വാങ്ങി വെച്ചാൽ മതി. DVB S2Xലുള്ള ഒരു അടിപൊളി HD 4K UHD എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ബോക്സാണിത്. HD HEVC ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോക്സാണിത്. ഈ ബോക്സ് വാങ്ങണമെങ്കിൽ ലൈഫ് ടൈം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാമെന്നുള്ളതാണ്. അവരെ മറ്റു പ്രൊഡക്റ്റുകളാണ്. ഇതിനകത്ത് HD സെറ്റ് ഓഫ് ബോക്സിന് മാത്രം 12,000 രൂപയാണ് ശ്രീലങ്കൻ മണിയിൽ പറയുന്നത്. അപ്പോൾ ശ്രീലങ്കൻ മണി ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ വില വരിക ഏകദേശം ഒരു 3,500-നും 4,000-നും ഇടയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീസാറ്റ് ഇൻബിൽഡായിട്ട് TVയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവർ TVയും ഇറക്കുന്നുണ്ട്. ഫ്രീസാറ്റ് TVയിൽ ഇൻബിൽഡായിട്ട്, അതായത് സെറ്റ് ഓഫ് ബോക്സ് ഇല്ലാതെ തന്നെ TVയിൽ തന്നെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ വരുന്നുണ്ട്. ഫ്രീസാറ്റ് ലങ്ക പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ ശ്രീലങ്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേര്. ഇത് ശ്രീലങ്കയിൽ അവർ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റുകളാണ്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ ഫോൺ നമ്പർ. ഇത് ശ്രീലങ്കൻ ഫോൺ നമ്പറാണ്. നമ്മുടെ കോഡ് വെച്ച് അടിച്ചാൽ ഈ ഇത് കിട്ടില്ല. ഇതിൽ വാട്സാപ്പിൽ ഇത് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുവരെ. അപ്പോൾ അവർ ബോക്സുകളും മറ്റും നമ്മൾ വിതരണം ചെയ്യുന്നത് ഈ ഒരു കോൺടാക്ട് നമ്പർ നമുക്ക് ബന്ധപ്പെട്ടാൽ കിട്ടും, കൊറിയറൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ആരെങ്കിലും തമിഴന്മാരോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ കിട്ടിയിട്ടില്ല, കിട്ടി വരികയാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. അതാണ് ഈ ഒരു ലഘുവായിട്ട് ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല, ഇതിൻ്റെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് പറയുക എന്ന്. ഇതാണ് എക്സ്പ്രസ് AM 40 ഡിഗ്രി ഈസ്റ്റിലുള്ള എക്സ്പ്രസ് AMൻ്റെ സ്പോട്ട് ബീമുകളാണ്. അതായത് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന മലയാളം ചാനലുകൾ ലഭിക്കുന്ന ബീം എവിടെയൊക്കെ കിട്ടും. ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എവിടെയൊക്കെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം അതിനൊരു മാപ്പാണ് ആ കാണിക്കുന്നത്. 40 ഡിഗ്രിയിലുള്ള ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക, കിർഗിസ്ഥാൻ ഇത്രയും ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഒരു സ്പോട്ട് ബീം. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് കൺട്രിയിലേക്ക് ഇതിൻ്റെ സിഗ്നലില്ല. രണ്ടാമത് ഇത് തുർക്ക് സാറ്റിലോട്ട് അവർ ഈ ഒരു TP ഒരു സർവീസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 42 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബീം, അതായത് സിഗ്നൽ ലഭിക്കുന്ന ബീമോട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇതിന് സിഗ്നൽ ലഭിക്കുക എന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നേപ്പാൾ, ഇന്ത്യ, മ്യാൻമർ, തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ ഇത്രയും ഏരിയകളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ബീമിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത്തരം കാര്യങ്ങളോട് കൂടി നിങ്ങൾ ഇതിനെ വീക്ഷിക്കുക.